ഈ ഒരു കാലതാമസം നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നതായിരുന്നു. ഈ കാലതാമസം അതിലൊരു അസ്വാഭാവികത ഉണ്ടായിട്ടുണ്ടോ കോടതി ചോദിക്കുമ്പോൾ? തീർച്ചയായിട്ടും ആ കാലതാമസത്തിലൊരു അസ്വാഭാവികതയുണ്ട്. കാരണം ഈ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം കടകംപള്ളി സുരേന്ദ്രന്റെ പരാമർശങ്ങൾ ആ മൊഴികളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അതിനുശേഷം SITയിൽ നിന്ന് കടകംപള്ളിയുടെ മൊഴിയെടുക്കും എന്നുള്ള കാര്യവും ഉറപ്പായിരുന്നു. പക്ഷേ അത് വൈകി എന്നുള്ള കാര്യം ആണ് ഇപ്പോൾ പുറത്തു വരുമ്പോൾ. കാരണം ഈ ശനിയാഴ്ച മാത്രം അതിനു വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കാത്തിരുന്നു എന്ന് വേണം എങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെടുമ്പോൾ കാര്യമായ ഏതെങ്കിലും തരത്തിൽ തന്റെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല ആ മൊഴിയെടുപ്പിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ പോറ്റിയുമായി തനിക്കൊരു ബന്ധവുമില്ല എന്നാണ് കടകംപള്ളി മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ പോറ്റി ഒരു സ്പോൺസർ എന്നതിനപ്പുറം, ശബരിമലയിൽ വെച്ച് പരിചയപ്പെട്ട സ്പോൺസർ എന്നതിനപ്പുറം മറ്റ് അഗാധമായ ബന്ധങ്ങളൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടില്ല എന്നാണ് കടകംപള്ളി ഈ SITയോട് പറഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഈ ശബരിമലയിൽ വിവിധ സ്പോൺസർഷിപ്പുകൾ നടപ്പാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ നടപ്പാക്കിയ ഒരാളെന്ന നിലയിൽ ചില പദ്ധതികളുമായി സഹകരിച്ചു എന്നുള്ള മൊഴി കൂടി കടകംപള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു അറിവും തനിക്ക് ഉണ്ടായിരുന്നില്ല. ബോർഡ് എടുത്ത തീരുമാനങ്ങൾ അതിൽ മന്ത്രി എന്ന നിലയിൽ ഇടപെട്ടിട്ടേ ഇല്ല. ബോർഡുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അങ്ങനെ ഇടപെടുന്നതും സാങ്കേതികമായി ഉണ്ടാകാറില്ല എന്നൊക്കെയുള്ള മൊഴികളാണ് എന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘവുമായി കടകംപള്ളി പങ്കുവച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ആ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കടകംപള്ളി തന്നെ ഒരുപക്ഷെ താൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഒരുപക്ഷെ പരസ്യമായി പ്രതികരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്താണ്, അദ്ദേഹത്തിനെതിരെ എന്ത് ചോദ്യങ്ങളാണ് ഉണ്ടായത് എന്നുള്ളത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒന്നും പറയുന്നില്ല, വിട്ടു പറയുന്നില്ല. 2019 കാര്യങ്ങളാണ് ചോദിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് PS പ്രശാന്തിലേക്ക് വരികയാണെങ്കിൽ 2024 മുതലുള്ള കാലഘട്ടത്തിലാണ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായി അദ്ദേഹം വഹിച്ചിരുന്ന ആ കാലയളവ്. അന്നും ഉണ്ടായിട്ടുള്ള നീക്കങ്ങളാണ് ആ ഘട്ടത്തിൽ ഏറ്റവും അവസാനത്തിൽ 2025 ഉണ്ടായിട്ടുള്ള അസ്വാഭാവികതകളാണ് ഒരു അന്വേഷണത്തിലേക്ക് വഴി തുറന്നതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. പ്രശാന്തിനോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചിരിക്കണം? പ്രജീഷ്, പ്രശാന്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. കാരണം ഈ 2025 ഈ സ്വർണ്ണപ്പാളികൾ എന്തിന് എടുത്തുകൊടുത്തു എന്നുള്ള ചോദ്യം, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാനുള്ള തീരുമാനത്തെ അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ എതിർക്കുകയും ചെയ്തിരുന്നു. കാരണം ഇത് സ്വർണ്ണ ഉരുപ്പടിയാണ്, സന്നിധാനത്തിന് പുറത്ത് കൊണ്ടുപോയിക്കൂടാ എന്ന് 2025 ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിട്ടും അതും അവഗണിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം ഒറ്റയ്ക്ക് കൊടുത്തുവിടരുത് എന്നുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളും അവഗണിച്ച് ഇത് കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡിനെ കൊണ്ട് എത്തിക്കുന്നത് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡാണ്. അപ്പോൾ ആ തീരുമാനത്തിൻ്റെയൊക്കെ പിറകിൽ അത് കൊടുക്കുമ്പോൾ രാത്രിയിൽ ഇത് അഴിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ PS പ്രശാന്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ PS പ്രശാന്തിന്റെ അടുത്ത് സ്വാഭാവികമായും SITയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം, ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തതെന്നാണ്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെടുത്ത് കൊടുക്കാൻ എന്നുള്ളതാണ്. മാത്രമല്ല അങ്ങനെ വീണ്ടും അറ്റകുറ്റപ്പണി നടത്തേണ്ട രീതിയിലുള്ള ഒരു കേടുപാടുകൾ ഈ ദ്വാരപാലക പാളികൾക്ക് സംഭവിച്ചിരുന്നോ എന്നുള്ള കാര്യവും അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ, ദേവസ്വം മരാമത്ത് വിഭാഗത്തെ അറിയിച്ചിരുന്നോ എന്നുള്ള കാര്യത്തിലുമൊക്കെ അങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻ അത് സ്വാഭാവികമായും തേടിയിട്ടുണ്ടാവുക. ഏതായാലും PS പ്രശാന്ത് അതിന് കൃത്യമായ ഉത്തരം നൽകിയേ മതിയാകും. കാരണം കോടതിക്ക് തന്നെ ആ ദേവസ്വം ബോർഡിന്റെ ഇടപെടലിൽ സംബന്ധിച്ച് ചില സംശയങ്ങൾ പ്രകടിപ്പിക്കാൻ. നമുക്കറിയാം, മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാർ അറസ്റ്റിലാണ്. അദ്ദേഹം റിമാൻഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ മുൻ ദേവസ്വം ബോർഡ് അംഗവുമായി അല്ലെങ്കിൽ N വിജയകുമാറുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ 2019 ആ കാലയളവാണ്. അതുപോലെ തന്നെ സമാനമായൊരു ഉത്തരവാദിത്വം കൂടി PS പ്രശാന്തിന് വരികയാണോ? അതല്ല അതിൽ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വവും നിരുത്തരവാദിത്വവും, അതായത് ഈ കാര്യങ്ങളെയൊക്കെ തന്നെ വളരെ ലാഘവത്തോടുകൂടി കണ്ട് ചട്ടവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന് എന്ന തരത്തിലേക്ക് നമുക്ക് ഒരർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ ആ പരിധി ഈ ഉത്തരവാദിത്വം അവർക്കും വരികയല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ PS പ്രശാന്തിൻ്റെയൊക്കെ തുടക്കം മുതലുള്ള ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ, അതായത് ശബരിമലയിലെ ദ്വാരപാലക പാളികൾ 2025 അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോയത് ശ്രദ്ധയിൽപ്പെട്ട അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷനാണല്ലോ ഹൈക്കോടതിയെ അറിയിച്ചത്. അപ്പോഴാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിൽ വളരെ നീരസത്തോടു കൂടിയാണ് ദേവസ്വം പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് പ്രതികരണം അറിയിച്ചത്. കാരണം ഹൈക്കോടതി അനാവശ്യമായി ശബരിമലയിലെ കാര്യങ്ങളിൽ ഇടപെടുന്നു, അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ ബോർഡിന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു എന്ന മട്ടിലുള്ള പ്രതികരണമായിരുന്നു. അതിൽ അസ്വസ്ഥനായിരുന്നു ഹൈക്കോടതി ഇടപെടലിൽ PS പ്രശാന്ത്. അതിനുശേഷം പിന്നീട് ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനനുസരിച്ചാണ് PS പ്രശാന്തൊക്കെ മയപ്പെട്ട് വന്നത്. അതിനു മുൻപ് നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ സംബന്ധിച്ച്, മാതൃഭൂമി കൊണ്ടുവന്ന വാർത്തകൾ സംബന്ധിച്ചൊക്കെയുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത ഈ വാർത്തകൾ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തു വരുന്നതിൽ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്.